മെഗെ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയ ഗാനത്തിന് ബദൽ പാട്ട് വന്നിട്ടുണ്ട്. കേട്ടാലോ? കേട്ടില്ല. കേൾപ്പിച്ചേരാമേ. ഫ്രഷർ കേൾപ്പിക്കണം. അളിയ കോപ്പിറൈറ്റ് ഒന്നും അടിപ്പിച്ചേക്കല്ലേ കേട്ടോ. റഷീദ് വള്ളിക്കപ്പറ്റ എന്ന് പറയുന്ന ഒരു ഇടത് സൈബർ പോരാളിയാണ്. കാരണം ചുവന്ന തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു പ്രൊഫൈൽ പിക്ചർ കൊടുത്തിരിക്കുന്ന ഒരു പേജാണ്. പ്രിയപ്പെട്ട റഷീദിനെ ഇഷ്ടപ്പെട്ടില്ല, കോപ്പിറൈറ്റ് കൊടുക്കരുത്. നിങ്ങളുടെ കലാകാരനെ ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ. ഇതാണ് റഷീദ്. കണ്ട, റഷീദ് വളരെ സുന്ദരനാണ്. പാട്ട് കേൾക്കാം. ഗർഭം കലക്കിയതാരപ്പ രാഹുലാണ് അയ്യപ്പ, കൂട്ടുനിന്നതാരപ്പ ഷാഫിയാണ് അയ്യപ്പ. ഷാഫിയെ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ കോൺഗ്രസ്, പോറ്റാനുള്ളൊരു വകയില്ല കലക്കാനുള്ളൊരു പ്ലാനാണ്. കൂട്ടു നിൽക്കാൻ ഷാഫിണ്ട് പിന്നെന്താണ് അയ്യപ്പ. ഷാഫിയെ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ കോൺഗ്രസ്. അത്രേ ഉള്ളൂ. ഇതിനിങ്ങനെ എടുത്താൽ മതി. ഇതിന് ചുമ്മാ എന്താണ് മതവികാരം വ്രണപ്പെട്ടു, കേസ് കൊടുക്കും. ഈ ഇള്ളക്കളിയല്ല. ഒരു പാട്ട് അവർ പാടിയെങ്കിൽ തിരിച്ചൊരു പാട്ട് പാടുക. മനസ്സിലായല്ലോ? ഇതിനോട് എന്ത് മനസ്സിലാക്കാം? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള ബദലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ്. പറയാതെ പറയുകയാണ്. പാവം പിടിച്ചവനാണ് പുള്ളി. എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. പുള്ളിക്ക് സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി സ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ആ പാട്ട് കേട്ടപ്പോ പ്രാസം ഒപ്പിച്ചങ്ങ് എഴുതി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പുള്ളി മലബാറിൽ നിന്നുള്ള ആളാണെന്ന്. ആ സ്ലാങ് കേട്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. പോറ്റിയെ കയറ്റിയെ വ്രണപ്പെട്ടത് വിശ്വാസികൾക്കല്ല, പ്രതിസ്ഥാനമുള്ളവർക്ക്. കേസ് എടുത്താൽ നിയമപരമായി നേരിടും. ഗായകൻ ഡാനിഷ് മുഹമ്മദിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. സത്യത്തില് ഈ പാട്ട് പോറ്റിയെ കയറ്റിയെ ഭയങ്കര ട്രെൻഡായ പാട്ടാണ്. എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പ് ഇറങ്ങിയ പാട്ടാണ്. പക്ഷെ കൊട്ടിക്കലാശത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയാകപ്പെട്ടത്. ഇനി ഈ ഇതിൽ എന്തായാലും കേസെടുക്കും. മതവികാരം വ്രണപ്പെട്ടു എന്ന രീതിയിൽ കേസ് പോയിട്ടുണ്ട്. കേസ് പരാതി പോയി. കേസ് എന്തായാലും എടുക്കും. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണല്ലോ. അപ്പൊ എന്തായാലും അതില് കേസ് വരും. കേസ് വരുന്നവരോട് പറയാനുള്ളത്, ഇപ്പൊ എനിക്ക് ഇന്നലെ ഒരു അബദ്ധം വരും. ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞത് സംഘി പ്രൊഫൈലുകളിൽ നിന്ന് മുസ്ലിമായതുകൊണ്ട് ദൃശ്യം. അപ്പൊ ഞാൻ രാത്രിയിൽ പോയിട്ട് കുറെ പരിശോധിച്ചു. സംഘി പ്രൊഫൈലുകളിൽ നിന്നല്ല ഈ സാധനം വന്നത്, കൂടുതലും ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്നാണ്. കാരണം അവർക്ക് കൊള്ളേണ്ട എടുത്ത് കൊണ്ടു. അപ്പോ ഇടതുപക്ഷത്തിന്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഖാക്കന്മാരുടെ അനുഭാവികളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാരിന്റെ നയം നിയമത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനല്ല, ശബരിമലയിലെ ആക്ടിവിസ്റ്റുകളുടെ പ്രവേശനത്തിന് എല്ലാ കവാടങ്ങളും തുറന്നു കൊടുത്തൊരു മന്ത്രിസഭയാണ് പിണറായി വിജയൻ മന്ത്രിസഭ. കേരളത്തിലെ ഒരു അയ്യപ്പ ഭക്തയായ സ്ത്രീ പോലും അത് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നിയമത്തെ ഭേദിച്ചു. അയ്യപ്പ ഭക്തയായ യഥാർത്ഥ ഭക്തരായ ഒരാൾ പോലും അത് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്ന് പറയുന്നത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ഗുരുവായൂരിൽ പോയി കുളത്തിൽ കാല് കഴുകുന്ന ഒരു റീല് ചിത്രീകരിച്ചിട്ട് ഞാൻ ആദ്യം എന്താണ് അതിന്റെ പ്രശ്നം, അതിന്റെ കലശം നടത്തേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്ത ആളാണ്. കൃത്യമായി ഞാൻ മറ്റൊരു ചർച്ച ചെയ്ത് ഗുരുവായൂരുമായി ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന വ്യാസൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. മേഘയ്ക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. വ്യാസൻ ഗുരുവായൂർ കഥകൾ പറഞ്ഞ് ഫേമസ് ആയ ചെറുപ്പക്കാരനാണ്. വ്യാസനോട് ഞാൻ ചോദിച്ചു, വ്യാസൻ എന്താണ് അതിൽ തെറ്റ്? അപ്പൊ വ്യാസൻ പറഞ്ഞു, അത് ഗുരുവായൂരാണ് എന്നുള്ളതാണ്. ഗുരുവായൂരിലെ ആചാരങ്ങൾ അങ്ങനെയാണ്. ആ കുളം ഈ പെൺകുട്ടി കാല് കഴുകി എന്ന് പറയുന്ന കുളം, അതിന്റെ ബന്ധപ്പെട്ട് കിടക്കുന്ന മണിക്കിണറിൽ നിന്നാണ് ഗുരുവായൂരിൽ അഭിഷേകത്തിനും മറ്റും ജലമെടുക്കുന്നത്. ഇപ്പൊ വിശ്വാസിയായ ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും അവിടെ വരുന്ന ആചാരങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ആയ അവസ്ഥയിലാണെങ്കിൽ അവിടെ തൊടാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ക്ഷേത്രത്തിന്റെ വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ ഈ കുട്ടി ഹിന്ദുമത വിശ്വാസിയല്ല, അഹിന്ദുവായ ഒരു പെൺകുട്ടിയാണ്, അവിശ്വാസിയായ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവിടെ കലശം നടക്കുന്നത്. അല്ലാതെ തൊട്ടുകൂടായ്മയോ തീണ്ടിക്കിടായ്മയോ ഒന്നും അല്ല. അവിടുത്തെ സിസ്റ്റം അതാണ്. ആ സിസ്റ്റത്തെ മാനിക്കുക. ആ സിസ്റ്റത്തെ മാനിക്കാൻ കഴിയാത്തവർ അങ്ങോട്ടേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ 21ാം നൂറ്റാണ്ടായതുകൊണ്ടും നമ്മൾ ഒരു മതനിരപേക്ഷ സമൂഹമായതുകൊണ്ടും ചോദ്യം ചെയ്യുന്നത്. എത്രയോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്കും അവിശ്വാസികൾക്കും പ്രവേശനമുള്ള എത്രയോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭഗവാന്മാർ എന്തിനു ഗുരുവായൂരിലേക്ക് തന്നെ പോകണമെന്ന് വാശി പിടിക്കണം? ശബരിമലയിൽ ഇപ്പോ ശബരിമല ശ്രീധർമ്മശാസ്താവ് പോലെ അച്ചൻകോവിലിൽ ശ്രീധർമ്മശാസ്താവ് ഇരിപ്പുണ്ട്, ശാസ്താംകോട്ടയിൽ ശ്രീധർമ്മശാസ്താവ് ഇരിപ്പുണ്ട്, എവിടെയൊക്കെ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ഇതിന് പന്തളത്ത് പോലും ശബരിമലയിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അയ്യപ്പ ഭക്തരുണ്ടാവില്ലേ? ഇല്ല, ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭക്തരായവരാണ്. കാരണം അവിടുത്തെ ഒരു സിസ്റ്റം അതാണ്. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, പല കാരണങ്ങൾ. അത് ഈ പറയപ്പെടുന്ന ആർത്തവമോ ഒന്നും അല്ല. ശബരിമലയിലേക്കുള്ള സ്ത്രീ പ്രവേശനത്തിനെ നിഷേധിക്കപ്പെട്ടത് ചരിത്രാതീത കാലം മുതൽ
നിഷേധിക്കപ്പെട്ടത്. ആർത്തവം എന്ന് പറയുന്ന ഒരു വിഷയമല്ല. എല്ലാവരും പറയുന്നത് എന്താണ്, 41 ദിവസത്തെ വ്രതം നോറ്റ് വേണം ശബരിമലയിൽ ഭക്തജനങ്ങൾ മല ചവിട്ടാൻ. ആ 41 ദിവസത്തെ വ്രതം പെൺകുട്ടികൾക്ക് ആർത്തവ കാരണത്താൽ ശാരീരിക ശുദ്ധി വരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതിന് 2 വശങ്ങളെ ഞാൻ കാണുന്നത്. ഒന്ന്, ഈ ആർത്തവ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മല ചവിട്ടാൻ ഇന്നത്തെ കാലത്ത് കുഴപ്പമില്ല, അതിനനുസരിച്ചുള്ള ടെക്നോളജികൾ വളർന്നിട്ടുണ്ട്, അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ കഴിയും. അന്നത്തെ കാലത്ത് ആ പെൺകുട്ടികൾക്ക് ശാരീരികമായ അവസ്ഥ കൊണ്ട് ശബരിമലയിലേക്ക് നടന്നു കയറാനുള്ള ഫിസിക്കലി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരുപക്ഷെ അങ്ങനെ തടസ്സപ്പെട്ടതാകേക്കാം. ഭക്തിയുടെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ശബരിമലയിൽ ഇതൊക്കെ പന്തളത്തെ പെണ്ണുങ്ങൾക്ക് പമ്പ കിടക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട്, അറിയോ? പന്തളം കൊട്ടാരത്തില് ഒരു സ്ത്രീകൾക്കും ശബരിമലയിലേക്ക് പ്രവേശനമില്ല, പമ്പയ്ക്ക് അപ്പുറത്തേക്ക് പ്രവേശനമില്ല. അതിന്റെ കാരണം, പന്തളം കൊട്ടാരം എന്ന് പറയുന്നത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ പന്തളത്തെ പെണ്ണുങ്ങളെ കണ്ടുകൂടായതുകൊണ്ടല്ല, പന്തളത്തെ സ്ത്രീകൾ മുഴുവൻ അമ്മ സങ്കല്പത്തിലാണ് ശാസ്താവ് കാണുന്നത്, ശബരിമലയിൽ കാണുന്നത്. എന്റെ അമ്മ എന്നെ കാണാൻ വരേണ്ടതില്ല, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം എന്നുള്ള സങ്കല്പമാണ് അവിടെ. അതുകൊണ്ടാണ് സ്ത്രീകൾ ആരും അങ്ങോട്ടേക്ക് ചെല്ലണ്ട. കാരണം അമ്മ കാണാൻ വന്നാൽ അമ്മയ്ക്ക് മുന്നിലേക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും ഭഗവാൻ. അതിന്റെ ആവശ്യമില്ല. അമ്മ എപ്പോ വിളിച്ചാലും അമ്മയ്ക്കൊപ്പം ഞാനുണ്ട് എന്ന സങ്കല്പമാണ് ഭക്തർ കാണുന്ന ശബരിമലയിലെ സങ്കല്പം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. പണ്ട് കാലത്ത് ശബരിമല എന്ന് പറയുന്നത് ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നുവെന്നും പിന്നീട് ശബരിമല കൊള്ളയടിക്കപ്പെട്ടുവെന്നും പിന്നെ കൊള്ളക്കാരുടെ സങ്കേതമായി ശബരിമല മാറിയെന്നും പിന്നീട് അവിടേക്ക് വരുന്ന ഭക്തജനങ്ങളിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിലാക്കി ഇവരെ ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ പോയപ്പോ അവിടേക്ക് സ്ത്രീകൾ വരേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിന് പല കാരണങ്ങൾ പറയപ്പെടുന്നു. എന്തായാലും ഇന്ന് ഇത്രയും കാലത്തോളം ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ഋതുമതികളായ പെൺകുട്ടികൾക്ക് അവിടേക്ക് പ്രവേശനമില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ആ ഇടതുപക്ഷം അവിടെ ഒരു മേഘ ഇപ്പൊ ചോദിച്ചതുപോലെ 2025 കാലഘട്ടമല്ലേ, നവോത്ഥാനം ആവശ്യമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവോത്ഥാന നായകരാവാൻ ശ്രമിച്ചു. ശരി, അവിടെ വലിയൊരു ഭക്തജന സമൂഹം അതിനെ എതിർത്തു. വിശ്വാസികളായ ഒരു സ്ത്രീയെങ്കിലും, ഞാൻ ചോദിക്കുന്നു, വിശ്വാസത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സ്ത്രീ വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടുമായി മാലയിട്ട് പടി ചവിട്ടാൻ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്താൽ പറയാൻ നമുക്ക് വോയിസ് ഇല്ല. അവിടെ എത്തിയ നമ്മൾ കണ്ടവരാരും വിശ്വാസികളല്ല, ആക്ടിവിസ്റ്റുകളാണ്. വിശ്വാസികളായ സ്ത്രീകൾ, അയ്യപ്പ ഭക്തരായ സ്ത്രീകൾ, ഋതുമതികളായ സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കണമെന്ന് ഇനി ആഗ്രഹിച്ചാൽ ഭയക്കില്ലേ? ആര് ഭയക്കില്ലേന്ന്? ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി. അന്ന് അവർ രണ്ടുപേരും കയറാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഉണ്ടായ പ്രശ്നം ഇതാണ്. അവിടെ ആക്ടിവിസ്റ്റുകളാണ് ചെന്നത്. ഭയക്കില്ല. ഭക്തരാണ് പോരുന്നതെങ്കിലോ? അന്നേരം അനുവദിക്കുമോ ഇല്ല എന്നുള്ളത് അന്നേരം നോക്കേണ്ട കാര്യമാണ്. ശബരിമലയിലേക്ക് സ്ത്രീജനങ്ങൾ എത്തില്ല എന്ന് നിങ്ങൾ പറയുന്നത്. ശബരിമലയിലെ മാസം തൊഴിൽ മേഘയ്ക്കും വരാം. ഞങ്ങളൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ വേണമെങ്കിൽ മേഘയും കൂടെ വരും, ഞങ്ങൾ കൊണ്ടുപോകാം. പമ്പയിൽ ഗണപതി ക്ഷേത്രത്തിൽ വരെ ഭക്തജനങ്ങൾക്കായ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുടുംബമായി എത്തിയതിനു ശേഷം പമ്പയിൽ കുളിച്ചിട്ട് പുരുഷജനങ്ങൾ മല ചവിട്ടുകയും സ്ത്രീജനങ്ങൾ പമ്പയിൽ തന്നെ തുടരുകയും ചെയ്യുന്ന കാഴ്ച മാസം തൊഴിലിന് പോയാൽ നല്ല രീതിയിൽ കാണാം. എല്ലാ പ്രായത്തിലുമുള്ള പെൺകുട്ടികൾ അവിടേക്ക് എത്തുന്നുണ്ട്. അവിടെ അയിത്തമൊന്നുമില്ല. മുകളിലേക്ക് അയിത്തം ഉണ്ടല്ലോ. അത് അയിത്തമല്ല, അത് അവിടുത്തെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വാസങ്ങൾ മാനിക്കപ്പെടേണ്ടവയാണ്. ഞാൻ ചോദിക്കട്ടെ, പള്ളികളിൽ, അതായത് ഇസ്ലാം മത വിശ്വാസികളുടെ മോസ്കുകളിൽ സാധാരണഗതിയിൽ നിസ്കരിക്കുന്ന ഇടങ്ങളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടോ? ഇല്ല. അവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനും വിശ്രമിക്കാനും മുലയൂട്ടാനും പ്രത്യേക സ്ഥലമാണ്. ഇവിടെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? കോടതി നിരോധിച്ചിട്ടുണ്ടോ? കോടതിക്ക് ഒരു ആവശ്യം വന്നിട്ടുണ്ടോ? കോടതിയിൽ കേസ് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഈ പറയുന്ന എല്ലാം മാറ്റപ്പെടേണ്ടത് തന്നെയല്ലേ? അല്ല, അത് പതുക്കെ പറയാൻ പറ്റൂ. മേഘയ്ക്ക് പോലും ശബ്ദം ഇടറി അത് പറഞ്ഞു. ശബ്ദം ഉയർത്തി പറയാം. ഇതെല്ലാം മാറ്റപ്പെടേണ്ടത് തന്നെയല്ലേ? ശരി. അപ്പോ നിലവിലത്തെ സാഹചര്യത്തിൽ അത് വിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്ന് തുടരട്ടെ, വിശ്വാസികളിലേക്ക് പോകുന്നില്ല. അവിടെ ഒരു കൂട്ടം ആളുകൾ ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം വേണമെന്ന് പറഞ്ഞപ്പോൾ കോടതി അനുവദിച്ചു കൊടുത്തപ്പോ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോ ആർത്തവ രക്തത്തിൽ ഒരു സ്ത്രീയുടെ 2 കാലുകൾ വരച്ചു വെച്ചിട്ട് ആർത്തവ രക്തം ഒഴുകുന്ന യോനിയുടെ ചിത്രം ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ആർത്തവ രക്തം ഒഴുകി വരുമ്പോ അതിലൂടെ ഒരു ശാസ്താവിന്റെ കോടാനുകോടി ഭക്തജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ വിശ്വാസ കേന്ദ്രമായ അവിടെ ഇരിക്കുന്ന ശബരിമല ശാസ്താവിന്റെ സുവർണ ബിംബം പെൺകുട്ടിയുടെ യോനിയിൽ നിന്ന് രക്തത്തിൽ കുളിച്ചിറങ്ങി വരുന്ന രീതിയിൽ ചിത്രം വരച്ച കേരളവർമ്മ കോളേജിൽ വെച്ചവരുടെ പേര് സഖാവെന്നാണ്. ഇവിടുത്തെ SFI എന്നാണ്. ഇതായിരുന്നു ആ ചിത്രം. SFIയുടെ വാട്ടർമാർക്കോടുകൂടി വരച്ചു വെച്ച ഈ ചിത്രം. ഇവർക്കാണോ ഈ ശബരിമലയിലെ ഒരു പാട്ടെടുത്ത് അവിടെ നടന്ന ഒരു സ്വർണ്ണക്കൊള്ളയെ വിമർശിച്ചപ്പോ വിശ്വാസികൾക്ക് കൊണ്ടു എന്ന തോന്നലുണ്ടായത്? ആരാണ് ഇതിന് മറുപടി പറയുക? ഞാൻ ചോദിക്കട്ടെ, ശബരിമല സ്ത്രീ പ്രവേശനമൊക്കെ അറിയിക്കട്ടെ, പല ഘട്ടങ്ങളുണ്ടാവും. മേഘയ്ക്ക് ഒരു ഘട്ടം ഉണ്ടാവും. ഇതിനോട് മേഘ ന്യായീകരിക്കുന്നുണ്ടോ?
രണ്ട് നീതി എന്ന് പറയുന്ന ഒരിക്കലും ഞാൻ അതല്ല ചോദിക്കുന്നത്. ന്യായീകരിക്കാൻ ശബരിമല സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന സംഭവത്തിൽ ഞാനും മേഘയ്ക്കൊപ്പം നിൽക്കാം, സ്ത്രീകൾ കയറണമെങ്കിൽ കയറിക്കോട്ടെ, ഓക്കെ. ഞാൻ ചോദിക്കുന്നത് ക്രിസ്തീയരായിട്ടുള്ള ആളുകൾ ആരാധിക്കുന്ന ക്രിസ്തുദേവന്റെ ചിത്രമാകട്ടെ, ഇസ്ലാം മത വിശ്വാസികൾ ആരാധിക്കുന്ന അവരുടെ ചിഹ്നങ്ങളാകട്ടെ, ഹൈന്ദവരായ ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു ദേവന്റെയോ ദേവിയുടെ ബിംബമാകട്ടെ, സ്ത്രീയുടെ യോനിയിൽ നിന്ന് രക്തത്തിൽ കുളിച്ചിറങ്ങി വരുന്നതായ രീതിയിൽ തലതിരിച്ചൊരു ചിത്രം വരയ്ക്കുന്നതിനോട് മേഘ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. എനിക്കത് കണ്ടാൽ ഈ പറഞ്ഞ അസഹിഷ്ണുത വരില്ല. പക്ഷേ ഈ മതത്തിലെല്ലാം വിശ്വസിക്കുന്ന, ഇതെല്ലാം നല്ലായി കാണുന്ന, ദൈവത്തെ പോലെ ദൈവമായി കാണുന്ന ആൾക്കാരുടെ വികാരം വ്രണപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, അപ്പോ അത് തെറ്റായി പോയി എന്നല്ലേ എന്റെ അർത്ഥം? അത് ഇങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ പറയാം അത് തെറ്റാണ്. അത് വരച്ച ഇടതുപക്ഷ പ്രസ്ഥാനം, അത് വരച്ച CPM-ന്റെ ഈ പറയപ്പെടുന്ന സൈബർ പോരാളികൾ അവരാണ് ഇപ്പൊ പറയുന്നത് പോറ്റിയെ കേറ്റിയെ എന്ന് വളരെ ക്രിയാത്മകമായി. അയാള് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടല്ലെന്നേ, വളരെ തമാശക്ക് ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് മുറവിളി കൂട്ടുന്ന ഇടതുപക്ഷമാണല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി. സുരേഷ് ഗോപി അവസാനമായി ചെയ്തൊരു സിനിമയിൽ സീതാദേവിയുടെ ഒരു പേര് ഒരു പെൺകുട്ടിക്ക് വന്നപ്പോ ഇവിടുത്തെ സെൻസർ ബോർഡ് അതിന്മേൽ കത്തുക വെക്കണമെന്ന് പറഞ്ഞപ്പോ സുരേഷ് ഗോപിക്ക് പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യവാദികളല്ലേ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ. അതിനൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ടാൻ പറ്റേ. ഞാൻ ചോദിക്കട്ടെ, ആ പാട്ടിൽ എന്താ വിഷയം? ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടവരുടെ പേര് സഖാക്കന്മാരെന്നല്ലേ, പത്മകുമാർ എന്നല്ലേ, വാസു എന്നല്ലേ? ഈ പോറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനെ കൗണ്ടർ ചെയ്യുന്നത് ഈ പോറ്റി സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിന്റെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ടാ. പോറ്റി എല്ലാവരുടെയും കൂടെ പോയിട്ടുണ്ട്. പക്ഷെ അടൂർ പ്രകാശ് ആണോ അവിടെ കയറ്റി സ്വർണ്ണം കക്കാൻ കൂട്ടുന്നത്? അല്ലെങ്കിൽ സ്വർണ്ണം കക്കാൻ തടയാൻ അടൂർ പ്രകാശ് ആയിരുന്നോ ദേവസ്വം ബോർഡ് മന്ത്രി? അടൂർ പ്രകാശ് സോണിയാഗാന്ധി ആയിരുന്നോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? അല്ലല്ലോ. അത് ആയിട്ടുള്ളവർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഇവിടുത്തെ കോടതി ജാമ്യം കൊടുക്കുന്നില്ല. പല പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് ആരോപിക്കുന്ന, ഗർഭചിത്രം നടത്തിയെന്ന് ആരോപിക്കുന്ന, ബലാത്സംഗം നടത്തിയെന്ന് ആരോപിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വരെ ജാമ്യം കിട്ടി. അപ്പോ എത്ര വലിയ തെറ്റാണ്, തെളിവുകളാണെന്നേ കോടതിയുടെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോഴും പത്മകുമാറും വാസുവും പാർട്ടി മെമ്പർമായി തുടരുന്നെങ്കിൽ നിങ്ങളെ കളിയാക്കും. നിങ്ങൾ സ്വന്തം കെട്ടവരാണ്, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണ്, അവർ പാർട്ടി മെമ്പർമാരാണ്, മുൻ MLA ആയിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നു, അവർ സ്വർണം കെട്ടവരാണ്. അപ്പൊ പോറ്റിയെ കയറ്റി തന്നെയല്ലേ സ്വർണം കെട്ടത്? അതെ, പിന്നെ ശാസ്താവിൻ പൊരുളല്ലേ കെട്ടത്? വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. നിങ്ങളിങ്ങനെ അല്ല ചെന്നല്ല അവരിങ്ങനെ സഖാക്കൾ ഇങ്ങനെ ഇതിനെല്ലാം അസഹിഷ്ണുത കാണിച്ചിട്ട് പരാതി കൊടുത്തിട്ട് കാര്യം. അതിന് മറുപടിയായി ഇപ്പോ ഈ സഹോദരൻ ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ച പാട്ട് രസകരമായി എഴുതി. അതെ, നമ്മളും ചിരിച്ചു. അതിന് ഞാൻ അംഗീകരിക്കുകയാണ്. ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾ കോപ്പറേറ്റ് ഒന്നും അടിപ്പിച്ച് കളയരുത്, നിങ്ങൾക്ക് വൈറലാകാനുള്ള അവസരം കൂടി. അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്യട്ടെ. കടകംപള്ളി സുരേന്ദ്രൻ സ്വർണ്ണം കട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് മാനനഷ്ട കേസ് ഫയൽ ചെയ്യാം. അതെന്താ തെറ്റ്? തെറ്റ് ചെയ്യാത്തവരെ പറയാൻ പറ്റും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ചർച്ചയിൽ മേഘ എന്നോട് ചോദിച്ചു, ദിലീപ് എന്തിനാണ് ഈ വെപ്രാളപ്പെട്ടു? അയാൾ തെറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വെപ്രാളപ്പെട്ടു. നിങ്ങൾ എത്രയോ പേര് ട്രോളുന്നു. ഞാൻ മറ്റേ ജഗതിയുടെ ഒരു പാട്ടുണ്ടല്ലോ, വെറും ഒരു പോക്കറ്റ് അടിക്കാരനായി എന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, നിങ്ങൾ കള്ളനെന്ന് വിളിച്ചില്ലേ. കടകംപള്ളി അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോ, നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും അറിയാൻ, ദേവസ്വം മന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാനൊന്നും പറ്റില്ല. ഇവിടെ അയ്യപ്പന് ഇഷ്ടമുള്ള ഒരു മനുഷ്യനുണ്ട് CPM-ല്. അയ്യപ്പൻ എന്ന് പറയുന്ന വിശ്വാസ കേന്ദ്രത്തിന് അതിഭീകരമായി ഇഷ്ടമുള്ള ഒരു പച്ചയായ മനുഷ്യൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതാവായിട്ടുണ്ട്. അറിയാമോ ആരാന്ന്? കെ രാധാകൃഷ്ണൻ. അല്ലെങ്കിൽ ആ പുള്ളി കേൾക്കേണ്ടത് പഴിയല്ലേ കൂടെ കേട്ടോണ്ടിരിക്കുന്നത്? അയ്യപ്പൻ കൃത്യസമയത്ത് ഇടപെട്ടു, പിന്നെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു, ഡൽഹിയിലേക്ക് വിട്ടു, ഓടിക്കോളെ. അപ്പോ ഈ പ്രിയപ്പെട്ട സുഹൃത്തിന്, ഈ പാട്ട് പാടിയ പ്രിയപ്പെട്ട സുഹൃത്തിന് ഹൃദയാഭിവാദ്യങ്ങൾ. ഇങ്ങനെ വേണം ചലഞ്ച് ചെയ്യാൻ. നിങ്ങളാണ് ഹീറോ. അതെ.